ചില ഭക്ഷണങ്ങൾ നമ്മൾ പിന്നെയും പിന്നെയും ചൂടാക്കി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കഴിച്ചു കഴിഞ്ഞാൽ അത് ഒരു ടോക്സിക് നേച്ചറിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ പല ബുദ്ധിമുട്ടുകൾ, ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഒന്നാമത്തേത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതാണ് ചായ. ചായ പിന്നെയും പിന്നെയും നമ്മൾ ചൂടാക്കി ഉപയോഗിക്കുമ്പം അതിലെ ആസിഡിക് നേച്ചർ കൂടുകയും ടാനിൻ അതിൽ ക്രമാതീതമായിട്ട് കൂടുകയും നമുക്ക് ആസിഡ് റിഫ്ലക്സ്, ഗ്യാസ്ട്രൈറ്റിസ് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ പിന്നെയും പിന്നെയും ഇങ്ങനെ ചായ ചൂടാക്കി ഉപയോഗിക്കുന്ന ശീലങ്ങളുണ്ടെങ്കിൽ കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക. രണ്ടാമത്തേത് മഷ്റൂംസ് അല്ലെങ്കിൽ കൂണാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫുഡ് ഐറ്റമാണ് മഷ്റൂംസ്. എന്നാൽ നമ്മൾ ഈ മഷ്റൂംസ് അമിതമായിട്ട് ഇങ്ങനെ ഓവർ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ അയൺ കണ്ടൻസ് അല്ലെങ്കിൽ അയോണിക് ബോൺസിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് വരികയും അതിലെ മോയ്സ്ചർ കണ്ടന്റ് കൂടുതൽ കോൺസെൻട്രേറ്റഡ് ആവുകയും ബാക്ടീരിയാസ് പെട്ടെന്ന് അതിലേക്ക് സ്പ്രെഡ് ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പം ഇൻഫെക്ഷൻസ് ലൈക്ക് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് വരികയും നമുക്ക് ഫുഡ് പോയ്സണിങ് പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ കൂണൊക്കെ ഇങ്ങനെ ചൂടാക്കി ഉപയോഗിക്കുന്ന ശീലങ്ങൾ ഉണ്ടെങ്കിൽ ഒഴിവാക്കുക. മൂന്നാമത്തേത് ബീട്രൂട്ട് ആണ്. ബീട്രൂട്ട് നമ്മുടെ ഹെൽത്തിന് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ്, നമ്മുടെ രക്തം വെക്കാനൊക്കെ ഹെൽപ്ഫുൾ ആണ്. പക്ഷേ നമ്മൾ പിന്നെയും പിന്നെയും ചൂടാക്കി ഉപയോഗിക്കുമ്പോൾ അതിലെ നൈട്രേറ്റ് കണ്ടൻസിൽ വേരിയേഷൻസ് വന്നിട്ട് നമുക്ക് ഇൻഫെക്ഷൻസും അതേപോലെ ഫുഡ് പോയ്സണിങ് പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്.